ഹലോ എവ്രി വൺ. ഞാൻ DHA എക്സാം എഴുതിയത് മെനഞ്ഞാന്നായിരുന്നു. അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. ഓൾ താങ്ക്സ് ടു മെഡ്വെഞ്ചർ ടീം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ്, ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ. ഇപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിരുന്നു എക്സാം. ഭയങ്കരമായിട്ടുള്ള നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ വന്നോന്ന് ചോദിച്ചാൽ ഇല്ല, കുറവായിരുന്നു. പക്ഷേ മിഡ്വെഞ്ചർ ടീം ഒരു മെറ്റീരിയൽ തരുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം തെറോ ആക്കി പോയാൽ എനിക്ക് തോന്നുന്നു അവർ തരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യാം. അതായിരുന്നു ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് വന്നത്. പിന്നെ ഫയൽസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസും മോക്ക് ടെസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മറ്റേ ആപ്പിൽ. അപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്നതിനനുസരിച്ച് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് താങ്ക്സ് ടു ആൻഡോ സർ. ഒപ്പം തന്നെ മരിയ മാം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഏകദേശം ഡേറ്റ് അടുപ്പിച്ചിട്ടുള്ള ഒരേപോലെ ഡേറ്റ് എടുത്ത കുട്ടികളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു മിഡ്വെഞ്ചർ ടീമിൽ നിന്ന്. അപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയും കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പോണ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് മെറ്റീരിയൽ നല്ലോണം കവർ ചെയ്യുക. കാൽക്കുലേഷൻസൊക്കെ മെയിനായിട്ട് ലോഡിംഗ് ഡോസ്, ബയോ അവൈലബിലിറ്റി, ആ റേഞ്ചിൽ നിന്നാണ് കാൽക്കുലേഷൻ വന്നത്. എനിക്ക് ഈ നോർമൽ ടൈപ്പ് കാൽക്കുലേഷൻസ് ഒന്നും അധികം വന്നത് മൊത്തം ആ വഹിക്കുന്നതാണ്. പിന്നെ MC ആണെങ്കിലും സിമ്പിളായിട്ടുള്ള നമ്മൾ പഠിക്കണതൊന്നും വന്നില്ല. പക്ഷേ നമുക്ക് എവിടെയോ റിലേറ്റഡ് ആയിട്ട് അറിയണതാണ് ചോദിച്ചത്. മെയിനായിട്ട് സ്ട്രക്ചേഴ്സ് അല്ല ചോദിക്കണത്, ഏത് സ്ട്രക്ചേഴ്സ് അങ്ങനെയല്ല ചോദിക്കണത്. അവർ ചോദിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഇന്ന സ്ട്രക്ചർ തന്നിട്ട് അവിടുത്തെ SAR ചോദിക്കും. പിന്നെ അതിൻ്റെ ഇത് ഇന്ന് ഇതിലേക്ക് കൺവേർട്ട് ആവുമ്പോൾ അവിടെ എന്ത് റിയാക്ഷനാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് MCയിൽ. പിന്നെ ഫാർമക്കോളജി ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം മെറ്റീരിയൽ കവർ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഫയൽസൊക്കെ നന്നായിട്ട് നോക്കി പോവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ പാസ്സാവാൻ പറ്റുന്നതാണ്. ഇനി എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്.